എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് PSC ചോദിച്ചിട്ടുള്ള മലയാളത്തിൽ നിന്നുള്ള 50 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളാണ്. എല്ലാവരും ചോദ്യങ്ങൾ വായിച്ച് ഉത്തരം കണ്ടെത്തി 50-ൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഉപക്രമം എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥമായി വരുന്ന പദം. ഉത്തരം ഓപ്ഷൻ ഡി ഉപസംഹാരം. ഉപക്രമത്തിൻ്റെ വിപരീതമാണ് ഉപസംഹാരം. 93-ാമത്തെ ചോദ്യം. പൂവമ്പ് എന്ന പദം പിരിച്ചെഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. പൂ പ്ലസ് അമ്പാണ് പൂവമ്പ്. 94-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗത്തിൻ്റെ ഉദാഹരണം. ഉത്തരം ഓപ്ഷൻ എ നങ്ങ്യാർ. നങ്ങ്യാറാണ് സ്ത്രീലിംഗത്തിൻ്റെ ഉദാഹരണം. 95. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദമേത്? ഓപ്ഷൻ എ ഹിമം, ഓപ്ഷൻ ബി തൂലം, ഓപ്ഷൻ സി നീഹാരം, ഓപ്ഷൻ ഡി തുകിനം. ഉത്തരം ഓപ്ഷൻ ബി. 96-ാമത്തെ ചോദ്യം. താഴെ തന്നിട്ടുള്ളവയിൽ ബഹുവചനത്തിന് ഉദാഹരണമേത്? ഓപ്ഷൻ എ വൈദ്യർ, ഓപ്ഷൻ ബി ശൂദ്രർ, ഓപ്ഷൻ സി പണിക്കർ, ഓപ്ഷൻ ഡി മിടുക്കർ. 97-ാമത്തെ ചോദ്യം. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗമേത്? ഓപ്ഷൻ എ ശരിയായി പിടിക്കുക, ഓപ്ഷൻ ബി വെളിച്ചമില്ലാതാക്കുക, ഓപ്ഷൻ സി വഴി കാണിക്കുക, ഓപ്ഷൻ ഡി കഠിന പ്രയത്നം ചെയ്യുക. ഉത്തരം ഓപ്ഷൻ സി വഴി കാണിക്കുക. 98-ാമത്തെ ചോദ്യം. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ എ പിപാസു, ഓപ്ഷൻ ബി ബുഭുക്ഷു, ഓപ്ഷൻ സി പിപാസൻ, ഓപ്ഷൻ ഡി ബുഭുക്ഷൻ. 98-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് പിപാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് പിപാസു. 99-ാമത്തെ ചോദ്യം. 10, 15 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. ഓപ്ഷൻ എ 10ഉം 15ഉം, ഓപ്ഷൻ ബി 10ഓ 15ഓ, സി 15-ൽ 10, ഡി 10 അല്ലെങ്കിൽ 15. ഉത്തരം ഓപ്ഷൻ ബി ആണ് 10ഓ 15ഓ. 100-ാമത്തെ ചോദ്യം. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ഓപ്ഷൻ എ അടിവതറുക, ബി ചരടു പിടിക്കുക, സി ഉരുളക്കുപ്പേരി, ഡി ചതുർത്ഥി കാണുക. 100-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഉരുളക്കുപ്പേരി. ഇനി പറയുന്ന ചോദ്യങ്ങൾ ഡിഗ്രി ലെവലിൽ PSC ചോദിച്ച ചോദ്യങ്ങൾ, മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. 91. ലേഖകൻ എന്ന പദത്തിന് എതിർലിംഗം ഏത്? ഓപ്ഷൻ എ ലേഖികൻ, ഓപ്ഷൻ ബി ലേഖിക, ഓപ്ഷൻ സി ലിഖിക, ഓപ്ഷൻ ഡി ലിഖിത. 91-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ലേഖിക. 92-ാമത്തെ ചോദ്യം. ദൃഢം എന്ന വാക്കിന് വിപരീതമായി വരുന്ന പദമേത്? ഓപ്ഷൻ എ ശിഥിലം, ബി ശൈഥില്യം, സി ശീതളം, ഡി ശൈത്യം. ഉത്തരം ഓപ്ഷൻ എ ആണ് ശിഥിലം. ദൃഢം ശിഥിലം. 93. താഴെ ഇറങ്ങി എന്ന പദം പിരിച്ചെഴുതുന്നതെങ്ങനെ? 93-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് താഴെ പ്ലസ് ഇറങ്ങി. 94-ാമത്തെ ചോദ്യം. ഭീമൻ്റെ പുത്രി ഒറ്റപ്പദം കണ്ടെത്തുക. ഓപ്ഷൻ എ ദമയന്തി, ഓപ്ഷൻ ബി ഭാമിനി, ഓപ്ഷൻ സി ഭാമ, ഓപ്ഷൻ ഡി ഭൈമി. 94-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഭീമൻ്റെ പുത്രി ഓപ്ഷൻ ഡി ഭൈമിയാണ്. 95. നവം എന്ന പദത്തിന് നാനാർത്ഥമായി വരുന്ന ജോഡി ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് പുതിയത് 9. 96. ആദരല്ലെങ്കിൽ കോരി വിളമ്പിയാൽ സ്വാദില്ലയെന്നു വരുമിതു നിർണയം. ആരുടെ വരികൾ? ഉത്തരം ഓപ്ഷൻ സി കുഞ്ചൻ നമ്പ്യാർ. 97-ാമത്തെ ചോദ്യം. മുഖം എന്ന പദത്തിന് പര്യായമായി വരുന്ന പദം കണ്ടെത്തുക. ഓപ്ഷൻ എ ഹാസ്യം, ഓപ്ഷൻ ബി നസ്യം, ഓപ്ഷൻ സി ഭാഷ്യം, ഓപ്ഷൻ ഡി ഹാസ്യം. 97-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഹാസ്യം. മുഖത്തിൻ്റെ പര്യായമാണ് ഹാസ്യം. 98. ഹൃദയതാളം വിഗ്രഹിച്ചെഴുതുക. ഓപ്ഷൻ എ ഹൃദയത്തിൻ്റെ താളം, ബി ഹൃദയമായ താളം, സി ഹൃദയത്തിലുള്ള താളം, ഡി ഹൃദയവും താളവും. ഉത്തരം ഓപ്ഷൻ എ ഹൃദയത്തിൻ്റെ താളം. 99. അക്കാലം സന്ധി നിർണയിക്കുക. 99-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ദ്വിത്യസന്ധി. 100. ശരിയായ പദമേത്? ഉത്തരം ഓപ്ഷൻ എ ആണ് അനുഗ്രഹീതൻ.
91 ജനനം എന്ന് എഴുതി ജനം എന്നുച്ചരിക്കുന്നു എന്തുകൊണ്ട്? ഓപ്ഷൻ എ മൃത്യു, ഓപ്ഷൻ ബി വ്യഞ്ജനം, ഓപ്ഷൻ സി ഔദ്ദേശീന്യ ന്യായം, ഓപ്ഷൻ ഡി ദൃഢം. 91ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇത് +2 ലെവൽ എക്സാമിന് മലയാളത്തിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. 92ാമത്തെ ചോദ്യം ഡ്രൈവറുടെ അശ്രദ്ധ മൂലം തീവണ്ടി മറിഞ്ഞു. ഈ വാക്യത്തിലെ വിഭക്തി ഏത്? 92ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി സമാസ വിഭക്തി. 93ാമത്തെ ചോദ്യം സന്ദർഭാനുസരണം വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കാൻ മനസാന്നിധ്യവും പ്രാഗൽഭ്യവും ഉള്ളവൻ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ എ പ്രത്യുൽപ്പന്നമതി, ഓപ്ഷൻ ബി പ്രത്യക്ഷവാദി, ഓപ്ഷൻ സി പ്രത്യാർത്ഥി, ഓപ്ഷൻ ഡി പ്രത്യുൽഗമനീയ. 93ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, പ്രത്യുൽപ്പന്നമതി. 94ാമത്തെ ചോദ്യം ബാഹ്യമായി കരുത്തുറ്റതെന്ന പ്രതീതി ജനിപ്പിക്കുന്നതും എന്നാൽ നിരുപദ്രവകാരിയാണെന്നും സൂചിപ്പിക്കുന്ന ശൈലി ഏത്? ഓപ്ഷൻസ് എ നാലും തുനിഞ്ഞു നടക്കുക, ബി രണ്ടട്ടവേല, സി മരീചവിദ്യ, ഡി കടലാസുപുലി. ഉത്തരം ഓപ്ഷൻ ഡി കടലാസുപുലി. 95 അവളുടെ പേന കളഞ്ഞുപോയി. ഈ വാക്യത്തിൽ പോയി എന്ന പ്രയോഗത്തിൻ്റെ പ്രത്യേകത എന്ത്? ഓപ്ഷൻ എ കൃത്ത്, ബി അനുപ്രയോഗം, സി പ്രോക്പ്രയോഗം, ഡി തദ്ധിതം. ഉത്തരം ഓപ്ഷൻ ബി അനുപ്രയോഗം. 96 സഖാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം ഏത്? എ സഖാവി, ബി സാമന്ത, സി സഖി, ഡി സഹപാഠിനി. 96ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി സഖി. 97 ഐഹികം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ഉത്തരം ഓപ്ഷൻ എ പാരത്രികം. 98 ശരിയായ പദമേത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അഭ്യസ്തവിദ്യൻ. 99 ഗൗരി ശൂരസേനൻ്റെ വംശത്തിൽ ജനിച്ചവൻ. സമാസം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ബഹുഗ്രീവി, ബഹുഗ്രീഹി. 100 അക്രീതു എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? എ വളവില്ലാത്ത, ബി ബുദ്ധിയില്ലാത്ത, സി ആകൃതിയില്ലാത്ത, ഡി ഭംഗിയില്ലാത്ത. ഉത്തരം ഓപ്ഷൻ ബി ബുദ്ധിയില്ലാത്ത. അക്രീതു എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത എന്ന അർത്ഥമാണ് വരുന്നത്. 91 ചേട്ടൻ പര്യായ പദമേത്? ഓപ്ഷൻ എ അഗ്രജൻ, ബി കനിഷ്ഠൻ, സി സഹജൻ, ഡി അർഭകൻ. ഉത്തരം ഓപ്ഷൻ എ അഗ്രജൻ. ഉത്തരം ഓപ്ഷൻ എ അഗ്രജൻ. 92ാമത്തെ ചോദ്യം അയക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന പദമേത്? ഓപ്ഷൻ എ പ്രേക്ഷിതാവ്, ബി പ്രേക്ഷകൻ, സി പ്രേഷിതൻ, ഡി പ്രേക്ഷകൻ. ഉത്തരം ഓപ്ഷൻ ഡി പ്രേക്ഷകൻ. 93 മൈറ്റ് ഈസ് റൈറ്റ് സമാനമായ മലയാളത്തിലെ ചൊല്ല് ഏത്? ഉത്തരം ഓപ്ഷൻ ബി കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. 94 വിപരീത പദം തെറ്റായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ സി കാമം ക്രോധം. 95 ഭൂമി സമാനാർത്ഥമുള്ള പദമേത്? ഉത്തരം ഓപ്ഷൻ ഡി മേദിനി. 96 താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനം ഏത്? 1 അധ്യാപകൻ, 2 മാന്യർ, 3 സ്വാമികൾ, 4 ഗുരുക്കൾ. ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 3ഉം 4ഉമാണ് പൂജക ബഹുവചനം. 96 ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻസ് എ വെണ്ണീർ, ബി തിരുവോണം, സി പാലക്കാട്, ഡി ചെന്നില്ല. ഉത്തരം ഓപ്ഷൻ ബി തിരുവോണം. 98ാമത്തെ ചോദ്യം ശരിയായ പദമേത്? ഉത്തരം ഓപ്ഷൻ എ മടയൻ. 99ാമത്തെ ചോദ്യം ഏവൾ പിരിച്ചെഴുതുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, എ പ്ലസ് അൾ ഏവൾ. 100 നിരൂപകൻ സ്ത്രീലിംഗ പദമേത്? ഓപ്ഷൻ എ നിരൂപിക, ബി നിരൂപിനി, സി നിരൂപകി, ഡി നിരൂപക. ഉത്തരം ഓപ്ഷൻ ഡി നിരൂപക.